റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസിലെ ഭിന്നത തീർക്കാൻ KPCCക്ക് ഹൈക്കമാൻഡിന്റെ അന്ത്യശാസനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇടപെടൽ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവിനെ അനുനയിപ്പിക്കാനാണ് KPCCയുടെ നീക്കം. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും സെക്രട്ടറിമാരെ ഉടൻ പ്രഖ്യാപിക്കണമെന്നുമാണ് VD സതീശന്റെ ആവശ്യം. DCC നേതൃമാറ്റവും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ശക്തൻ മാറുകയും പകരം ചെമ്പഴന്തിയനിൽ വരികയും ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഋഷിവാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ഋഷിവാൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. VD സതീശൻ മുന്നോട്ട് വെച്ചത് തനിക്കധികം പേരൊന്നും സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനില്ല, പക്ഷേ ചെമ്പഴന്തിയനിലെ പോലെയുള്ള നേതാക്കളെ പരിഗണിക്കണം. DCC പ്രസിഡന്റ് ആണെങ്കിൽ അങ്ങനെ അത്തരം ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാവില്ല. പക്ഷേ ഒരു അനുനയ നീക്കം വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആവശ്യം, അല്ലേ ഋഷിപാൽ? അരുൺകുമാർ, അനുനയ നീക്കം സജീവമാക്കണമെന്ന അന്ത്യശാസനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളടക്കം ചർച്ച ചെയ്യേണ്ട KPCC വിശാല നേതൃയോഗം വരെ മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായി. KPCC പുനഃസംഘടനയ്ക്ക് പിന്നാലെ ഉണ്ടായ തർക്കങ്ങളാണ് യോഗം മാറ്റിവെക്കാൻ കാരണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിസ്സഹകരണം പ്രഖ്യാപിച്ചതോടെ യോഗം മാറ്റിവെക്കുകയായിരുന്നു. ഇനി സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാതെ DCC പുനഃസംഘടനയടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായൊരു തീരുമാനമുണ്ടാകാതെ സഹകരിക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിച്ചേരുന്നു. ഈ സാഹചര്യത്തിലാണ് സണ്ണി ജോസഫ് ഒരു വട്ടം VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. ഇനിയും ചർച്ചകൾ തുടരാൻ തന്നെയാണ് തീരുമാനം. ജനറൽ സെക്രട്ടറിമാരെ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സെക്രട്ടറിമാരുടെ പട്ടിക അടക്കം വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ച് അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ്. അതേസമയം DCC പുനഃസംഘടന വേണമെന്ന ആവശ്യത്തിൽ ശക്തമായി ഇപ്പോഴും VD സതീശൻ ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിലേക്ക് ചെമ്പഴന്തിയനിലിനെ നിയമിക്കണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. ഈ കാര്യത്തിൽ കോൺഗ്രസിൽ എതിർപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ വഴിമുട്ടുന്നത്. ഏതായാലും ഇന്നും ചർച്ചകൾ തുടരും. VD സതീശനെ അനുനയിപ്പിക്കാനുള്ള നീക്കം സജീവമാക്കും. K മുരളീധരന് നേരത്തെ നിർദ്ദേശിച്ച 2 പേരുകളിൽ ഒരാൾ മരിയാപുരം ശ്രീകുമാറിനെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ആലോചന നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഹാരിസിനെ സെക്രട്ടറി ആക്കാനുള്ള നീക്കവും ഉണ്ട്. ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ K മുരളീധരൻ നിലപാട് മാറ്റും. പിന്നീട് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മന് ദേശീയ തലത്തിലേക്ക് പദവി നൽകിയ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മന്റെ എതിർപ്പ് താരതമ്യേന കുറഞ്ഞു. A ഗ്രൂപ്പിന് ചില നേതാക്കളെ കൂടെ ഉൾപ്പെടുത്തണം കമ്മിറ്റിയിലേക്ക് എന്ന നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം കൂടി പരിഗണിക്കാനാണ് സാധ്യത. അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ ആഴ്ച തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അടുത്ത ആഴ്ച KPCC നേതൃയോഗം വിളിക്കാനാണ് KPCC നേതൃത്വം ആലോചിക്കുന്നത്.